അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പെട്ടി തിരിക്കാനുള്ള ചെറിയ പരിപാടിയിലാണ്. അപ്പോൾ ചെറുതായിട്ട് തേനൊക്കെ വെച്ച് തുടങ്ങി, റബ്ബറിൻ്റെ ഇലയൊക്കെ വന്നു തുടങ്ങി. ഫെലിക്സിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഫെലിക്സേ ഹായ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടം. അപ്പോൾ ഇതിങ്ങനെ റബ്ബർ തോട്ടത്തിലെല്ലാ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ നിരക്കി വെച്ചിട്ടുണ്ട്, പെട്ടികൾ ഇങ്ങനെ നിരക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എന്താ ഒരു ഇത് സാധനം ഒറ്റയ്ക്ക് വെച്ചേക്കുന്നത്? ഇതെല്ലാം നമ്മുടെ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കൂടെ ഓരോ റബ്ബറിനും ഇടയ്ക്ക് ഓരോന്നായിട്ട് വെച്ചിട്ടുള്ളതാണ്. എല്ലാം സ്റ്റാൻഡിലടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഈ വൈറ്റായിട്ട് കാണുന്നതെല്ലാം അതിന് കവർ ചെയ്ത് പ്ലാസ്റ്റിക് പോളിത്തീൻ ഷീറ്റും കൊണ്ട് മറച്ച് വെച്ചേക്കുന്നതാണ്. എല്ലാം ചിലതിലൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമാണ് സാധാരണ വെക്കുന്നത്. ഇവിടെ ഒരു എൻട്രൻസ്, അതിൻ്റെ താഴത്ത് തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. കാണിച്ചാ ഇങ്ങനെയാണ് അതിൻ്റെ സെക്കൻഡിൻ്റെ എൻട്രൻസ് ഉള്ളത്. അപ്പം നമുക്ക് അതിനുള്ള ഏറ്റവും അത്യാവശ്യം തേനെടുക്കാൻ പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്പ് തന്നെയാണ്. മറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം, ഞാൻ സാധാരണ കൊണ്ടുവന്നൊരു ബക്കറ്റിലാണ് അത്യാവശ്യം മടുത്തു കഴിഞ്ഞാൽ ഇരിക്കുകയും ചെയ്യാം. കൂടാതെ വേണ്ടത് ഒരു കുപ്പി വെള്ളമാണ്, അത് കൈ കഴുകാൻ ഉപയോഗിക്കാനാണ്. പിന്നെ നമുക്കൊരു തേൻ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്തി വേണം. പിന്നെ നമുക്ക് ഈ പെട്ടി ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വേണം, ഉളി. ഇത് ഞാൻ ഉളിയാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് കംഫർട്ടബിളാണ്. പിന്നെ ഇത് അഥവാ തിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള, ഇതിപ്പോൾ ഇന്ന് മൂർച്ച കൂട്ടിയാണ്, നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വേണം. പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് മെഴുക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണ്. മെഴുക് ഒരെണ്ണത്തിൽ ശേഖരിച്ച് വെക്കും. പിന്നെ അത്യാവശ്യത്തിന് തിരിക്കാൻ വേണ്ട പെട്ടി എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഇത് മരുതും കൊണ്ട് ഉപയോഗിച്ച് ആക്കിയിട്ടുള്ള പെട്ടിയാണ്. ഒരു കോട്ട് വൈറ്റ് പ്രൈമർ അടിച്ചിട്ടുണ്ട് അതിന് പുറമെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഏത് പെട്ടിയാണ് തിരിക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഏകദേശം പുറമേ നിന്ന് കണ്ടിട്ട് നമ്മൾ ഏകദേശം ഒരെണ്ണം ഉള്ളതാണ് കംഫർട്ടബിൾ തിരിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമുള്ള പെട്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസ് പൊട്ടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഈച്ച വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് ഈച്ചകൾ തമ്മിൽ കടി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. എൻട്രൻസ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം അതിന് സാവകാശം കൊടുക്കണം, ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ അറിയും, അപ്പോൾ പ്രാണിയൊക്കെ ഒളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇട്ട കസേരയാണിത്. ഇതാണെങ്കിൽ ഇരുന്നിട്ട് സുഖമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു സൈഡിൽ ഇരിക്കുക, ഒരു സൈഡിൽ പെട്ടി വെക്കുക. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് അകലത്തിൽ വെക്കണം. ഒരു 2 മീറ്ററിലും അകലം ഉണ്ടെങ്കിൽ ഇതുങ്ങളെ തുറന്നു കഴിഞ്ഞാലും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും തേനെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അടുത്ത കൂടുകളിൽ വന്നിട്ട് കടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ 2 പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി സമയത്ത് എടുത്ത് ദൂരത്ത് മാറ്റി വെക്കണം. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലും നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധു വീട്ടിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, അവിടെ വെക്കുവാണെങ്കിൽ. പക്ഷേ തേൻ ആദ്യം കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് നിന്ന് തേൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യ വർഷം തേൻ കുറവായിരിക്കും. അതിന് ജസ്റ്റ് സ്ഥലം മാറ്റി വെച്ചിട്ട് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കംഫർട്ടബിളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ പറ്റിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ള കാര്യം. എന്താ വെച്ചാൽ ഒരു വർഷം വെച്ചിട്ട് നമുക്ക് തേനേ കിട്ടിയിട്ടില്ല. ഒരു 20-30 കൂട് ഒന്നിച്ച് ഒരു വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ഒരു തേനും കിട്ടിയിട്ടില്ല. അതിനുശേഷം പിറ്റേ വർഷം നല്ല തേൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല തേനുണ്ട് അവിടെ. അത് എൻ്റെ വേറൊരാൾക്കും കൂടെ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ് ഈ പ്രദേശത്തൊന്നും തേനില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സ്ഥല സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവച്ചതാണ്. എന്നിട്ട് എനിക്കും അതേ അനുഭവം തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം പറയുന്നത് സത്യമായിരിക്കുന്നു. പിന്നെ ഞാനത് മാറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിറ്റത്തെ വർഷം മുതൽ എനിക്ക് തേൻ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ
സ്ഥലത്തിൻ്റെ പ്രാധാന്യമുണ്ട് വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം. സ്ഥലത്തിൻ്റെ കാര്യങ്ങളുണ്ട് എന്ന കാര്യം മനസ്സിലായി. ഞാനിത് നോക്കുന്നത് എൻ്റെ ഒരു വെള്ളത്തേനീച്ച ഉണ്ടായിരുന്നു, കണ്ണിത്തെ എന്നൊക്കെ പറയുന്ന ഈച്ച ഉണ്ടായിരുന്നു. ഞാൻ അതിനെയാണ് നോക്കുന്നത്, അതുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതുണ്ട്, നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണിത്തേൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ കുറേ ഈച്ച ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് രാത്രി അടച്ചിടും, രാവിലെ തുറക്കും. അത് മറ്റ് കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.